പോസ്റ്റൽ വോട്ടുകളുടെയും ആദ്യ റൗണ്ട് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ പുറത്തു വരുമ്പോൾ റോക്കറ്റ് പോലെ വലിയ തേരോട്ടമാണ് UDF നടത്തുന്നത്. അതോടൊപ്പം മറ്റൊരു വളരെ കൗതുകമര കാര്യം, 4 മുതൽ 5 സീറ്റിൽ വരെ BJPയും ശക്തമായി കൂടെയുണ്ട് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ വീണ്ടും ആടപ്പടലം തിരിക്കുകയാണ്. മന്ത്രിമാർ ഒന്നടങ്കം പൊട്ടുകയാണ്. LDFിൻ്റെ മന്ത്രിമാർ ചിഞ്ചു റാണി അടക്കം 100% ജയിക്കുമെന്ന് പറഞ്ഞ ചിഞ്ചു റാണിയും വീണ ജോർജും അതുപോലെ തന്നെ പിന്നെ രാജനും ഉൾപ്പെടെയുള്ള കേളുവും രാജീവും ഉൾപ്പെടെയുള്ള റോഷി അഗസ്റ്റിനും അങ്ങനെ തുടങ്ങിയ 8-10ഓളം മന്ത്രിമാർ കാടപ്പുഴകി ഒഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു കേരളത്തിൽ ജനാധിപത്യം വീണ്ടും ജയിക്കുന്നു. കുറേ റോഡും പാലവും കുറേ പൈസയൊക്കെ കൊടുത്ത ആളുകളെ മോഹവലയത്തിൽ നിർത്തിയ ശേഷം അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ കുത്തിത്തിരിപ്പും കുന്നായ്മയും സകലതും ക്രമസമാധാന തകർച്ചയും ആരോഗ്യ തകർച്ചയൊക്കെ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു, പോ മോനെ ദിനേശ, പോടാ പുല്ലേ ഇറങ്ങി എന്നുള്ള നിലയിൽ വളരെ മോശമായ രീതിയിലുള്ള വലിയ ആവേശമാണ് കാണുന്നത്. പക്ഷേ ഈ ആവേശം എത്രയാണ് ഇതിൻ്റെ ട്രെൻഡ് എന്നറിയാൻ 1 മണിക്കൂർ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരു 10-10:30 മണിയായാൽ മാത്രമേ സമ്പൂർണ്ണ ട്രെൻഡ് അറിയാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന സമയം എഴുതി വെക്കണം. ഇലക്ഷൻ റിസൾട്ടിൽ ഏത് വീഡിയോ നമ്മൾ കാണുമ്പോഴും അതിൻ്റെ സമയം കൂടെ നോക്കണം. ഇത് അപ്ലോഡ് ചെയ്തപ്പോഴാണ്, ഇത് എപ്പോഴാണ് എടുത്തിരിക്കുന്നത്, എല്ലാം കാണണം. ഇപ്പോഴത്തെ ഞങ്ങൾ ഈ സമയം എടുക്കുന്ന വീഡിയോ വെച്ച് നോക്കുമ്പോൾ, ഞങ്ങളുടെ 9:18 ഞങ്ങൾ എടുക്കുന്ന വീഡിയോ വെച്ച് കയറുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, LDF ആഡ്രം പറ്റി താഴേക്ക് പോകുന്നു, UDF വളരെ വലിയ തോതിൽ മുന്നോട്ട് പോകുന്നു. അതിനേക്കാൾ മുന്നിലേക്ക് NDA പൊയ്ക്കൊണ്ടിരിക്കുന്നു. NDAയും നിർണായകമായ സ്ഥാനമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ BJP ഇതാ പുതിയ കളം രചിക്കുകയാണ്. ഇത് വല്ലാത്തൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ നോക്കൂ, ബംഗാളിൽ കാണുന്നത് എന്താണ്? BJPയും മമതാ ബാനർജി ഇഞ്ചോടിഞ്ച് നടക്കുന്നു. ഒരു സീറ്റെങ്കിലും കൂടുതൽ BJPക്കാണ്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ് രാജ്യത്ത് നടക്കുന്നത്. മറ്റ് 3 സ്ഥലം സ്റ്റാലിൻ്റെ അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. സ്റ്റാലിൻ വിയർക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. കേരളത്തിൽ എന്തായാലും വളരെ വലിയ തോതിലാണ് UDF ട്രെൻഡ് കാണിക്കുന്നത്. രസകരമായ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ ട്രെൻഡാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രസകരമാണ് ജനവിധി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവും വികസനവും മതേതരത്വവും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിൽ ജയിക്കാൻ പോകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സധൈര്യം ഞങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മൾ ആദ്യം മുതൽ പറയുന്നതാണ്, ഇത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനുള്ള, ഒരേക ഭരണാധികാരിയുടെ ധാർഷ്ട്യത്തിനുള്ള ഒരു തിരിച്ചടിയാണ്. 4765 വോട്ടിന് രമേശ് ചെന്നിത്തല മുന്നിൽ കയറിയിരിക്കുന്നു. KK രമ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അറിയാമോ? TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ 14ാം വാർഷികമാണെന്ന്. TP ചന്ദ്രശേഖരൻ നിന്ന് വടകരയിൽ എത്തിയിട്ടുണ്ടെന്നാണ് KK രമ അവകാശപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ RMBI പ്രവർത്തകർ പോയി രക്തപുഷ്പം അർപ്പിച്ചിട്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക, പിണറായി വിജയൻ ഇറങ്ങിപ്പോകണേ എന്നാണ്. എന്തായാലും എല്ലാ 90 സീറ്റുകളിലേക്ക് UDF കയറിയിരിക്കുന്നു. 45 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങിയിരിക്കുന്നു. ഞാൻ ചില പന്തയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 92 കഴിഞ്ഞാൽ എനിക്കൊരു ബിരിയാണി നഷ്ടമാവും. പക്ഷേ 85 എൻ്റെ കണക്ക്. 85 ആയാലും എനിക്ക് ബിരിയാണി കിട്ടും. എനിക്ക് കിട്ടുകയാണെങ്കിൽ മട്ടൻ ബിരിയാണി, എനിക്ക് പോവുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി. ഇതാണ് എൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും 5 സീറ്റിലേക്ക് വീണ്ടും രാജീവ് മാജിക് കേരളത്തിൽ ക്ലിച്ച് പിടിച്ചിരിക്കുന്നു. മോദി ക്ലിക്ക്ഡ് ഇൻ കേരള എന്ന് പറയാം. എന്തായാലും 45 സീറ്റിലേക്ക് LDF താഴോട്ട് വന്നിരിക്കുന്നു. വിഷ്ണുമോഹൻ ഇരവിപുരത്ത് മുന്നിലെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ UDF ട്രെൻഡ് തന്നെയാണ്. നൗഷാദ് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള CPMൻ്റെ ചാനൽ പാനലിസ്റ്റൊക്കെ ആയിട്ടുള്ള ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നൗഷാദ് പിറകിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും UDF ട്രെൻഡാണ് കേരളത്തിൽ കാണിക്കുന്നത്. UDF വളരെ വലിയ വോട്ടിനാണ് UDF പോകാൻ പോകുന്നത്. എന്തായാലും 5 സീറ്റിൽ NDA പോകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1957 ശേഷം ഇതാ ചരിത്രത്തിലാദ്യമായി ഒരു സ്റ്റേറ്റിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ അധികാരമില്ലാതെ വരുന്ന വലിയ കൊടിയ വഞ്ചനയാണ് നടക്കുന്നത്. കൊടിയ കാഴ്ചപ്പാടാണ് നടക്കുന്നത്. ഈ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് ഈ അവസാനം ഈ കുലം കുത്തി ഇപ്പോൾ ആരാണ് ഈ കുലം കുത്തിക്കൊണ്ട് പോയത്? ഈ കുലത്തെ കൊത്തിയെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയെ കൊത്തിയെടുത്തുകൊണ്ട് കോലവിളിക്ക് കൊണ്ടുവച്ചത്. അത് തരാതരം പോലെ ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനവും RSS പ്രീണനവും BJP പ്രീണനവും കോൺഗ്രസ് പ്രീണനവും ലീഗ് പ്രീണനവും തരാതരം പോലെ ഇവിടെ ചെയ്യുകയും ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ കൃത്യമായിട്ടുള്ള പിണറായി വിജയൻ്റെ തലയ്ക്കുള്ള
അടിയാണ്. ഓരോ ഇഞ്ച് മണ്ണും കാൽക്കലിൽ നിന്ന് ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിരിക്കുന്നു കേരള ജനതയോട് നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. ആര് ജയിച്ചാലും ഇനി ഒരുപക്ഷെ ഇടതുപക്ഷം നാമമാത്രമായ അധികാരത്തിൽ വന്നാലും ശരി, ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുമ്പോൾ ഈ 9:30 മണി സമയത്ത് 9:21 മണിയിലെ ട്രെൻഡ് കാണുമ്പോൾ അതീവ സന്തോഷമുണ്ട്. കേരളം വീണ്ടും ജീവിക്കുന്നു. ജനഹൃദയങ്ങളിൽ ജനാധിപത്യം വിജയിക്കും, മതേതരത്വം ഇവിടെ വിജയിക്കും. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെ തള്ളിനും മറിക്കലിനൊന്നും ഒരു കാര്യമില്ല എന്ന് കേരള ജനത തെളിയിച്ചിരിക്കുന്നു. ഇവിടെ അനാവശ്യമായ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനോ ഒരു പങ്കുമില്ല. ജനാധിപത്യം വളരുമെന്ന് തന്നെയാണ് ഈ സമയം കാണിക്കുന്നത്. 90 സീറ്റുകളിലേക്ക് BJPയും UDFും, 5 സീറ്റിൽ BJPയും, 45 സീറ്റിലേക്ക് LDFും ചുരുങ്ങുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF വന്നാലും UDF വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് അതല്ല ഞങ്ങളുടെ വിഷയം. ജനാധിപത്യം ഇവിടെ ജയിച്ചേ കഴിയൂ, ഇവിടെ മതേതരത്വം ജയിച്ചേ കഴിയൂ, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ജയിച്ചേ കഴിയൂ. ശരിയെ പറയുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിൽ, അഴിമതിക്കെതിരെ പോരാടുന്നവരെ പിരിച്ചുവിടുന്ന കാലത്തിൽ, അവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്ന കാലത്തിൽ പുതിയ കേരളം ഉണ്ടായേ കഴിയൂ. അത് പുതുയുഗമാണ്. UDF എന്തായാലും വലിയ മുന്നിലാണ്. മോൻസ് ജോസഫ് 2000 വോട്ടുകൾക്കാണ് മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ മുന്നിൽ നിൽക്കുന്നത്. 91 സീറ്റുകളിലേക്ക് UDF മാറുന്നുണ്ട്. 92 ആവൂല. 92 ആയാലും എൻ്റെ ചിക്കൻ ബിരിയാണി പോയി. അതുകൊണ്ട് 89 കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ളതാണ് ഒരു കരാർ. പക്ഷേ 89 കഴിയൂല, 85-നകത്ത് നിൽക്കേ ഉള്ളൂ എന്നുള്ളതാണ്. 91, 5, 44. ഈ 5 എന്ന് പറയുന്നത് സ്റ്റേബിളായി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. 5 കൂടാനാണ് സാധ്യത. BJPയുടെ 5 കൂടാനാണ് സാധ്യത. വീണ്ടും BJPക്ക് സീറ്റ് കിട്ടും. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ. തമിഴ്നാട്ടിലും അതുപോലെ ബംഗാളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എന്തായാലും കേരളത്തിൽ വളരെ വളരെ മനോഹരമായ ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള ലീഡും മറ്റു കാര്യങ്ങളും തുടർ വീഡിയോകളിൽ കാണാം. സുഭാഷിതം കണ്ടുകൊണ്ടേ ഇരിക്കുക.